നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മലപ്പുറത്ത് കിടന്ന് അധികം ആളാകേണ്ടെന്ന മുന്നറിയിപ്പ് PV അൻവറിന് നൽകിക്കൊണ്ട് മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുകയാണ്. നിലമ്പൂരിൽ VS ജോയിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നും അല്ലെങ്കിൽ താൻ ഉടക്കുമെന്നുമുള്ള PV അൻവറിന്റെ ഭീഷണിപ്പെടുത്തലിനെതിരെ ലീഗ് നേതൃത്വം ശക്തിയായി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗിനെ ഭീഷണിപ്പെടുത്താനും വിരട്ടാനുമെന്നും PV അൻവർ ആളായിട്ടില്ലെന്നും ഈ കളിയൊന്നും മലപ്പുറത്ത് വേണ്ടെന്നും നിലമ്പൂരിൽ കോൺഗ്രസ് ഏത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാലും ലീഗ് പിന്തുണച്ച് വിജയിപ്പിക്കുമെന്നുള്ള കർശനമായ സന്ദേശമാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം PV അൻവറിന് നൽകിയിരിക്കുന്നത്. PV അൻവറിന്റെ നിലമ്പൂർ സീറ്റുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ ഇപ്പോൾ മുസ്ലിം ലീഗിന് അസഹ്യമായി തീർന്നിട്ടുണ്ട്. VS ജോയിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നും ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ തന്റെ പിന്തുണ ഉണ്ടാകില്ലെന്നുമൊക്കെയുള്ള PV അൻവറിന്റെ കടുംപിടുത്തം ഒരു രാഷ്ട്രീയ മര്യാദയല്ലെന്നും ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ലെന്നും മുസ്ലിം ലീഗ് നേതൃത്വം കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടതായി അറിയുന്നു. കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും ചിന്താക്കുഴപ്പത്തിലാണ്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തണമെന്നാണ് പ്രമുഖ കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം ആഗ്രഹം. എന്നാൽ PV അൻവർ ഉടക്കി നിൽക്കുന്നതുകൊണ്ട് അത് അവർക്ക് തുറന്നു പറയാനും പറ്റുന്നില്ല. എന്നാൽ മുസ്ലിം ലീഗ് ആകട്ടെ അൻവറിന്റെ അനിഷ്ടമൊക്കെ കാറ്റിൽ പറത്തി കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെന്നും ലീഗ് പിന്തുണയ്ക്കാമെന്നും ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു. എന്ന് വെച്ചാൽ അൻവറിനെ നേരിടാൻ മുസ്ലിം ലീഗ് കാണിക്കുന്ന ധൈര്യം പോലും ഇപ്പോൾ കോൺഗ്രസ് കാണിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അൻവറിനോട് മലപ്പുറത്ത് കിടന്ന ആളാകേണ്ടെന്നും മലപ്പുറത്തെ രാഷ്ട്രീയം തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണെന്നും ലീഗിന്റെ തലയിൽ കയറി കളിക്കാൻ PV അൻവർ ശ്രമിച്ചാൽ വലിച്ചു താഴെയിടുന്നുമാണ് ലീഗിന്റെ നേതാക്കളെല്ലാം PV അൻവറിന് നൽകിയിരിക്കുന്ന സൂചന. പ്രത്യേകിച്ച് പാണക്കാട് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവർ PV അൻവറിനോട് കടുത്ത ഭാഷയിൽ തന്നെ ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ കോൺഗ്രസ് നേതൃത്വമാവട്ടെ ഇപ്പോഴും ഭയത്തിൽ നിൽക്കുകയാണ്. അൻവറിനെ പിണക്കാനും വയ്യ, ആര്യാടൻ ഷൗക്കത്തിനെ ഒഴിവാക്കാനും വയ്യ. ആര്യാടൻ ഷൗക്കത്തിനെ ഒഴിവാക്കിയാൽ അദ്ദേഹം CPM-ലേക്ക് പോകുമോ എന്നുള്ള ഭയം നന്നായി കോൺഗ്രസിനുണ്ട്. CPM-ലേക്ക് ആര്യാടൻ ഷൗക്കത്ത് പോവുകയും നിലമ്പൂരിൽ CPM സ്ഥാനാർത്ഥിയായി അദ്ദേഹം അവതരിക്കുകയും ചെയ്താൽ പിന്നെ കോൺഗ്രസിന് കേരളത്തിൽ തലയിൽ മുണ്ടിട്ട് അടക്കേണ്ടി വരും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം രണ്ട് വള്ളത്തിനും കാല് ചവിട്ടുന്നത്. എന്നാൽ മുസ്ലിം ലീഗ് അങ്ങനെയല്ല. അൻവറിന് കനത്ത താക്കീത് നൽകിക്കൊണ്ട് മലപ്പുറത്ത് കിടന്ന് വിലസാൻ നോക്കേണ്ടെന്നും ഇവിടെ ആള് കളിച്ചാൽ വിവരം അറിയുമെന്നും മുസ്ലിം ലീഗാണ് മലപ്പുറം രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതെന്നും കോൺഗ്രസ് ഏത് സ്ഥാനാർത്ഥിയെ നിലമ്പൂർ പ്രഖ്യാപിച്ചാലും അതിന് ലീഗ് പിന്തുണ നൽകുമെന്നും അതിന് അൻവറിന്റെ ഓശാരമൊന്നും വേണ്ടതുമാണ് ലീഗ് നേതൃത്വം കടുത്ത ഭാഷയിൽ തന്നെ PV അൻവറിനോട് പറഞ്ഞിരിക്കുന്നത്. PK ബഷീറും MP ആയ അബ്ദുൾ വഹാബുമെല്ലാം ഈ നിലപാടുകാരാണ്. അവർ പറയുന്നത് ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തണമെന്നും കോൺഗ്രസ് ആര്യാടന്റെ പേര് പ്രഖ്യാപിക്കണമെന്നും ലീഗ് പിന്തുണ നൽകാമെന്നുമാണ്. അൻവറിന്റെ ഈ പിത്തലാട്ടം കണ്ടെന്നും കോൺഗ്രസ് പേടിക്കുന്നത് പോലെ ലീഗ് പേടിക്കില്ല എന്നാണ് PK ബഷീറും അബ്ദുൾ വഹാബ് MP അടക്കമുള്ള നേതാക്കൾ പറയുന്നത്. ഏതായാലും ലീഗിന്റെ ഈ നിലപാട് കോൺഗ്രസിന് ഒരു മനോധൈര്യം പകർന്നു തന്നിട്ടുണ്ട്. അൻവറിനെ എങ്ങനെ നേരിടണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്ന കോൺഗ്രസിന്റെ മുന്നിലേക്ക് അൻവറിനെ ഇതാ നിങ്ങൾ ഇങ്ങനെ നേരിട്ടോളൂ എന്ന് പറഞ്ഞാണ് ലീഗ് വന്നിരിക്കുന്നത്. കോൺഗ്രസ് ഏത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാലും അത് ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ ലീഗിന് സന്തോഷം എന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷൗക്കത്തിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും PV അൻവറിനെ അങ്ങനെ വെറുതെ വിടാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. ലീഗിന്റെ കോട്ടയിൽ കയറി അൻവർ മുസ്ലിം രാഷ്ട്രീയം കളിച്ചാൽ പിന്നെ അൻവറിന്റെ പൊടി പോലും ഉണ്ടാകില്ല കണ്ടുപിടിക്കാനെന്ന കൃത്യമായ സന്ദേശം മുസ്ലിം ലീഗ് നേതൃത്വം അൻവറിന് നൽകി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇനി താൻ കുറെ നാളത്തേക്ക് പ്രതികരിക്കില്ല എന്ന് പറഞ്ഞ് അൻവർ വീട്ടിൽ കയറിയിരുന്നതും. ഏതായാലും അൻവറിനെ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസിന് പറ്റിയില്ലെങ്കിലും മുസ്ലിം ലീഗിന് പറ്റുമെന്ന് അവർ കാണിച്ചു കൊടുത്തു.